ഒരു പരിചയവുമില്ലാത്ത ഒരു കൂട്ടം ആളുകളോടൊപ്പം ബദറിലേക്കുള്ള യാത്രയിലാണ്. ആദ്യം ഞങ്ങളെ വണ്ടി പോയിട്ടുള്ളത് റൗഹാ എന്ന ഒരു മലഞ്ചെരുവിലേക്കാണ്. അവിടെ റൗഹാ എന്ന കിണറും കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഈ റൗഹാ തോട്ടത്തിൽ വിശ്രമിച്ചിരുന്നു എന്നും ഇവിടുത്തെ കിണറിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്നു എന്നും കാണാം. ശേഷം ഞങ്ങൾ ബിഇറു ഷിഫയിലേക്ക് പുറപ്പെട്ടു. ഹജ്ജിനും ഉംറക്കും വരുന്ന തീർത്ഥാടകർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട വലിയൊരു കിണറാണ് ബിഇറു ഷിഫ. ഉപ്പ് കലർന്ന വെള്ളമായിരുന്നു ആദ്യം ഈ കിണറിലുണ്ടായിരുന്നത്. ഇതിലെ വെള്ളം കുടിച്ച് ഒരുപാട് ഹാജിമാർ രോഗം പിടിപെടുകയും ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കിണറിൽ വന്ന് തുപ്പുകയും ചെയ്തു. അതിനുശേഷം ആ വെള്ളത്തിന് ഉപ്പുരസം നഷ്ടപ്പെടുകയും അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നവരുടെ രോഗം ഷിഫയാവുകയും ചെയ്തു. പിൽക്കാലത്ത് ആ കിണർ ബിഇറു ഷിഫ അല്ലെങ്കിൽ ഷിഫ കിണർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഞങ്ങളുടെ യാത്ര ബദറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് പഴയ വീടുകൾ കണ്ടു. വർഷങ്ങളോളം പഴക്കമുള്ള വീടുകൾ. പണ്ടുകാലങ്ങളിൽ മനുഷ്യ സമൂഹം ജീവിച്ചിരുന്നത് മലഞ്ചെരുവുകളിലായിരുന്നു. കൃഷി ചെയ്തും മൃഗങ്ങളെ വളർത്തിയും ആടുമേച്ചുമായിരുന്നു അവരുടെ ജീവിതമുണ്ടായിരുന്നത്. കൃഷിക്കും കുടിക്കാനും ആവശ്യമായ വെള്ളം ഈ മലഞ്ചെരുവുകളിൽ കിട്ടും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. അത്തരത്തിൽ ഏതോ ഒരു കാലത്തുണ്ടായ വീടുകളും കോട്ടകളുമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ അരീഷ്. അരീഷ് എന്നാൽ പന്തൽ. ബദർ യുദ്ധ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും തടിച്ചുകൂടിയ സ്ഥലം ഈ പള്ളി നിൽക്കുന്ന ഇവിടെയായിരുന്നു. ശത്രു സൈന്യത്തിലെ അസ്വദ് ബിൻ അബ്ദുൽ അസദ് ഒരു പ്രതിജ്ഞ എടുത്തു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജലസംഭരണി ഞാൻ തകർക്കും. അയാൾ പാഞ്ഞെടുക്കുകയാണ്. ഉടനെ ധീര യോദ്ധാവ് ഹംസ റളിയല്ലാഹു അൻഹു അയാളെ നേരിടുകയും വധിക്കുകയും ചെയ്തു. അതായിരുന്നു യുദ്ധത്തിന്റെ തുടക്കം. പിന്നീട് അങ്ങോട്ട് ഘോരമായ യുദ്ധമായിരുന്നു. മുസ്ലിം പക്ഷത്ത് നിന്നും ശത്രുപക്ഷത്ത് നിന്നും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ടു. തലേന്ന് രാത്രി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ഉത്ബത്തും ഷൈബത്തും അബൂജഹലും മരണപ്പെട്ടു വീണു. 313 അംഗം മാത്രമുള്ള മുസ്ലിം പക്ഷം ആൾബലവും ആയുധബലവും കുറവായിട്ടുപോലും ഈമാനിക ബലത്തിന്റെ ശക്തി കൊണ്ട് ആയിരക്കണക്കിന് വരുന്ന ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്തി. ബദർ യുദ്ധത്തിൽ വിജയമുണ്ടാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് ദുആ ചെയ്തു. ഇതിന്റെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം പക്ഷത്തോടൊപ്പം നിൽക്കാൻ മലായിക്കത്തിനെ ഇറക്കി. മലക്കുകളെ ഇറക്കിയത് ഈ മണൽ നിറഞ്ഞ മലയുടെ മുകളിലായിരുന്നു. ശുഹദാക്കളെ സിയാറത്ത് ചെയ്ത് അവസാനം ഒരു കഴുത ഫാമും സന്ദർശിച്ച് ഞങ്ങൾ മദീനയിലേക്ക് തന്നെ മടങ്ങി.